ഒരു ചെറിയ അവധി കിട്ടിയാൽ, ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹം തോന്നിയാൽ യുഎയിലുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും മനസ്സിൽ ആദ്യം വരുന്നിടം ഒമാനായിരിക്കും. എന്തുകൊണ്ടാണ് ഒമാൻ? ഒമാനിൽ നിന്ന് അലി കൂട്ടായി. അടുത്തിടെ പുറത്തു വന്ന കണക്കുകളിലെല്ലാം ഒമാനിലെത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് യുഎയിൽ നിന്നുള്ളവരായിരിക്കും. യുഎയിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ചെറിയൊരു അവധി കിട്ടിയാൽ അവർ ആദ്യം ഓർക്കുന്ന ഇടം ഒമാനിൽ നിന്ന് പോയി വരാം എന്ന് തന്നെയാണ്. ഇക്കഴിഞ്ഞ പെരുന്നാൾ അവധിയിൽ ഒമാൻ വീഥികളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് യുഎഇ വാഹനങ്ങളായിരുന്നു. ചെറിയ അവധിക്കാലം കുടുംബങ്ങളും കൂട്ടുകാരുമൊത്ത് ഒമാനിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ കറങ്ങി അവർ തിരിച്ചു പോകും. ഇനി കണക്ക് നോക്കിയാൽ യുഎയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഒമാൻ ഇത്രയും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ചിന്തിച്ചു പോകും. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ അഥവാ NCSI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒരു വർഷം മാത്രം യുഎയിൽ നിന്ന് 10 ലക്ഷത്തിലധികം സന്ദർശകർ ഒമാനിലെത്തുന്നുണ്ട്. ഈ സഞ്ചാരികളുടെ ഒഴുക്കിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെ ഭാരമില്ലാതെ, ലഗേജുകളുടെ പരിധികളില്ലാതെ സ്വന്തം കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് കുടുംബത്തോടൊപ്പം പാട്ടുപാടി പോകാമെന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. യുഎയിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ഒമാനിലെത്താൻ സാധിക്കുന്ന മികച്ച റോഡ് ശൃംഖലയാണ് പ്രധാന ആകർഷണം. സ്വന്തം വാഹനങ്ങളിലും കുറഞ്ഞ ചെലവുള്ള ബസ്സുകളിലും കുടുംബങ്ങളുമായി ആളുകൾക്ക് ഒമാനിലെത്താനാവും. ഞങ്ങൾ ഒമാനിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒമാനികളെയാണ്. ഒമാനികളുടെ ഒരു കൾച്ചറും അവരുടെ ഒരു സ്വഭാവവും ഒരു സ്ഥലത്ത് പോയപ്പോൾ പെട്ടുണ്ടായിരുന്നു. പോലീസ് എസ്കോർട്ട് വന്ന പോലെയാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് വരെ വന്നു. അതിനുശേഷം അവർ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ സേഫ് അല്ലേ, സേഫായിട്ട് എത്തിയില്ലേ എന്നുള്ളത്. അതേപോലെ ഒരു ലൊക്കേഷൻ കിട്ടായിട്ട് തന്നെ ഒരു 4 ഡിഫറെൻറ്റ് ഒമാനീസ് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹോം പോലെ ഒമാന് തോന്നി. യുഎഇ അതിർത്തി കടന്ന് ഒമാന്റെ ഹൈവേകളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭൂപ്രകൃതി മാറാൻ തുടങ്ങും. വശങ്ങളിൽ ഉയർന്നു വരുന്ന കൂറ്റൻ കരിമ്പാറ മലനിരകൾ സഞ്ചാരികൾക്ക് പുതിയൊരു യാത്രാനുഭവം സമ്മാനിക്കുന്നതാണ്. പ്രവാസികൾക്ക് ഒമാൻ വിസ പോർട്ടൽ വഴി എളുപ്പത്തിൽ ലഭിക്കുന്ന യാത്രാനുമതിയും ബോർഡറുകളിലെ വിസ ഓണറബിൾ സൗകര്യവും യാത്ര സുഗമമാക്കുന്നുണ്ട്. ഒമാനെയും യുഎഇയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ട്രെയിൻ സർവീസ് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാ സമയം പകുതിയായി കുറയുകയും ടൂറിസം മേഖലയിൽ പുതിയൊരു ചരിത്രം പിറക്കുകയും ചെയ്യും. ജബൽ അക്ദറും ബഖാൻ വില്ലേജും മുസന്തം തീരവും മസ്കത്തിലെ മത്രയും ഊത്താക്കേവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂക്കും അങ്ങനെ സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന എത്രയെത്ര ഇടങ്ങളാണ് ഒമാനിലുള്ളത്. പൈതൃകം അത്രമേൽ മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഒമാന്റെ ചരിത്രം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ധാരാളം സ്ഥലമുള്ള രാജ്യം കൂടിയാണ് ഒമാൻ. മറ്റൊന്ന് ഒമാന്റെ കടൽ തീരങ്ങളാണ്. ക്രൂസ് കപ്പലുകൾ നങ്കൂരമിടുന്ന പോർട്ടും മത്സ്യത്തൊഴിലാളികളുടെ മാത്രം തീരങ്ങളും ചരക്ക് ഗതാഗതത്തിന്റെ ഗതകാല സ്മരണകളായി ഉറക്കുന്ന തുറമുഖങ്ങളും അങ്ങനെ. യുഎയിൽ നിന്നെത്തുന്ന സഞ്ചാരികളിൽ പ്രത്യേകിച്ച് മലയാളി ടൂറിസ്റ്റുകൾ കൂടുതലും ഒരു ബോട്ട് യാത്ര നടത്തും. ബോട്ടിംഗ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നേച്ചേഴ്സ് ബ്യൂട്ടി. ഭയങ്കര ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒമാനിൽ ഞങ്ങൾ അവിടെ ഒരു ലോങ് ലീവ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് പോന്നതാണ്, എങ്ങോട്ടാണെന്ന് അറിയാതെ. ബട്ട് ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ആണ് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ആ ദുബായിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒമാനെ നമ്മളെ മെയിനായിട്ട് മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമയേകുന്ന കാഴ്ചകളും ഈ യാത്ര, ഈ റോഡിലൂടെയുള്ള യാത്ര, അവിടുന്ന് നമ്മൾ ഈ ജബൽ അക്തറിലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചും. സൂര്യാസ്തമനത്തിന് തൊട്ടുമുമ്പുള്ള ഒരു കടൽ യാത്ര. മസ്കത്തിലെ കന്തബ് തീരം ബോട്ട് യാത്രക്ക് പറ്റിയ ഇടമാണ്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു കടൽ യാത്ര. മലകൾ പലതും കമാനങ്ങളായി മാറുന്ന കാഴ്ച. മലകൾക്കിടയിലെ കടൽ യാത്ര ആദ്യം ഒമാനിലെത്തുന്നവർക്ക് അത്ഭുതം തന്നെയായിരിക്കും. സൂര്യാസ്തമനത്തിന് തൊട്ടുമുമ്പാണെങ്കിൽ കന്തബിൽ നിന്നുള്ള ബോട്ട് യാത്ര അവസാനിക്കുന്നത് അല്ലാലം പാലസിന്റെ മുന്നിലാണ്. കൊട്ടാരത്തിന്റെ പ്രതിബിംബം കടലിൽ തെളിയുന്ന അതിമനോഹര കാഴ്ചയാണ് സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുക. യുഎയിൽ നിന്ന് ഒമാനിലേക്ക് ഒഴുക്ക് തുടരാൻ ആരംഭിക്കുന്ന മാസങ്ങളാണ് ഇനി വരാനുള്ളത്. യുഎയിൽ നിന്ന് ഒമാനിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ്. യുഎയിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരങ്ങളാണ് തെക്കൻ ഒമാനിലെ സലാലയിലേക്ക് ഒഴുകിയെത്തുക. മൺസൂൺ പെയ്തിറങ്ങുന്ന സലാലയിലെ ഖരീഫ് സീസൺ സഞ്ചാരികളുടെ ഉള്ളു കുളിർപ്പിക്കുന്നതാണ്. ഏതൊരു സഞ്ചാരിയെയും ഒമാൻ അതിന്റെ ഹൃദയം കൊണ്ടാണ് വരവേൽക്കാറുള്ളത്. തിരിച്ചു പോവാൻ തോന്നാത്ത വിധം അവരുടെ ഉള്ളിൽ ഈ നാടും നാട്ടുകാരും നിറയും. പല കാരണങ്ങളുണ്ട് ഒമാൻ സഞ്ചാരികളുടെ പർദീസയായി മാറാനെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരക്കുകളില്ലാത്ത പ്രദേശവും അത്രയും തിരക്കുകളില്ലാത്ത മനുഷ്യരുമാണ്. അതിഥികളെ അത്രമേൽ ബഹുമാനിക്കുന്ന മനുഷ്യർ.